ഹലോ എവ്രി വൺ വിക്ടേഴ്സ് ചാനലിൽ +1 ഫിസിക്സ് 10ാമത്തെ എപ്പിസോഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ തന്നെ നോട്ട്സും അസൈൻമെൻറ്റ്സും എന്തെല്ലാമാണ് ഇന്ന് നോക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റൂൾസ് ഫോർ അരിത്മെറ്റിക് ഓപ്പറേഷൻ വിത്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ള ചില നമ്പേഴ്സ് നമ്മളിവിടെ എങ്ങനെയാണ് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണ്. In addition or subtraction, the final result should retain as many decimal places as are there in the number with the least decimal places. നമുക്ക് എക്സാമ്പിളിലൂടെ ഈ ഒരു റൂൾ നോക്കാം. സോ 4.352 പ്ലസ് 1.14 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 5.492 എന്നായിരിക്കും. പക്ഷെ ഇവിടെ ഏറ്റവും ചെറിയ ഡെസിമൽ നമ്പറുള്ള ഡിജിറ്റ്സ് ഡെസിമൽ പ്ലേസസ് കവർ ചെയ്തിട്ടുള്ളത് 1.14ലാണ്. 2 ഡെസിമൽ പ്ലേസസ് ആണുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ലീസ്റ്റ് ഡെസിമൽ പ്ലേസ് ഏതാണോ അതാണ് നമ്മൾ ആൻസറിലും അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ആൻസറിലും 2 ഡെസിമൽ പ്ലേസ് മാത്രമേ വരാൻ പാടുകയുള്ളൂ. സോ വി വിൽ റൈറ്റ് 5.49. സബ്ട്രാക്ഷനിലും ഇതേ സെയിം റൂളാണ് നമ്മൾ നോക്കുന്നത്. ഇഫ് ഈ സബ്ട്രാക്ട് 4.352 മൈനസ് 1.14, നമുക്കറിയാം 2 ഡെസിമൽ പ്ലേസസ് ആണ് ലീസ്റ്റ് ഡെസിമൽ പ്ലേസസ് വിത്ത് ദ നമ്പർ വിത്ത് ദ ലീസ്റ്റ് ഡെസിമൽ പ്ലേസസ്. അപ്പോൾ നമ്മൾക്ക് ആൻസർ 3 ഡെസിമൽ പ്ലേസസ് കിട്ടിയാലും നമ്മൾ ലാസ്റ്റ് ഡിഫറൻസ് എഴുതുമ്പോൾ 2 ഡെസിമൽ പ്ലേസസ് വെച്ച് വേണം നമ്മൾ എഴുതാം, വിച്ച് വിൽ ബി 3.21. അപ്പോൾ ഇതാണ് അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ്റെ റൂൾ. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ്റെ റൂൾ നോക്കാൻ പോവാണ്. The final result should retain as many significant figures as there in the original number with the least significant figures. അപ്പോൾ ഇവിടെ നമ്മളിനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ നമ്പറാണ് നോക്കാൻ പോകുന്നത്. ഏത് നമ്പറിനാണോ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉള്ളത് അതേ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിരിക്കണം ആൻസറിലും വരുന്നത്. ഇപ്പോൾ അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷനിൽ നമ്മൾ ഡെസിമൽ പ്ലേസസ് ആണ് നോക്കിയതെങ്കിൽ ഇവിടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ നമ്പറാണ് നമ്മളിവിടെ നോക്കുന്നത്. സോ ഇവിടെ എക്സാമ്പിളായിട്ട് 22.8 ഡിവൈഡഡ് ബൈ 7.1 ആണ് കൊടുത്തിരിക്കുന്നത്. 7.1 ആണ്, അതായത് 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഇവിടെ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ കുറച്ച് ലോങ് ആണെങ്കിലും നമ്മൾ 3.2 എന്ന് മാത്രമായിട്ട് ഒതുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ആൻസർ ലഭിക്കുമ്പോൾ ഫൈനൽ റിസൾട്ടിൽ ഏറ്റവും ചെറിയ സിഗ്നിഫിക്കൻറ്റ് ഫിഗറുള്ള നമ്പർ ഏതാണോ ആ നമ്പറിൻ്റെ അതേ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ നമ്പർ ആയിരിക്കണം ആൻസറിലും വരേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ കണ്ടു, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ കണ്ടു. ഇനി നമ്മൾ റൗണ്ടിങ് ഓഫ് ആണ് നോക്കാൻ പോകുന്നത്. റൗണ്ടിങ് ഓഫ് ദി അൺസർട്ടൻ ഡിജിറ്റ്സ്. അപ്പോൾ ഇതിന് നമ്മൾ കുറേ റൂൾസ് നോക്കുന്നുണ്ട്. ആദ്യം തന്നെ എല്ലാ ഏതൊക്കെ ഡിജിറ്റ്സ് ആണോ റൗണ്ട് ഓഫ് ചെയ്യേണ്ടത് അതെല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ റൗണ്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ്സ് എ ലോങ് നമ്പർ, ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഡിജിറ്റിലേക്ക് റൗണ്ട് ചെയ്യുന്നു, അങ്ങനെയല്ല, എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ റൗണ്ട് ചെയ്യണം. ഇഫ് ദ ഡിജിറ്റ് ടു ഡ്രോപ്പ് ഇസ് ഗ്രേറ്റർ ദാൻ 5, 5നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു നമ്പർ ആണെങ്കിൽ വി ആഡ് 1 ടു ദ ഡിജിറ്റ്. 5നേക്കാൾ താഴെയാണെങ്കിൽ ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ദ ഡിജിറ്റ്, ഇറ്റ് റിമെയിൻസ് ദ സെയിം. ഇനി 5 ആണ് ആ ഒരു ഡിജിറ്റ് എങ്കിൽ ദ ഡിജിറ്റ് ടു ഡ്രോപ്പ് ഇസ് 5 ഫോളോഡ് ബൈ എ 0 ഓർ നോ അതർ ഡിജിറ്റ്, ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ ഒരു ഡിജിറ്റും ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് വരുന്നതെങ്കിൽ, ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ വി വിൽ ആഡ് 1 ടു ദ ഡിജിറ്റ്, ബട്ട് ഇഫ് ഇറ്റ്സ് എൻ ഈവൻ നമ്പർ ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. എനിക്ക് തോന്നുന്നു ഈ ഒരു റൂള് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ചെയ്തിട്ട് നോക്കാമെന്ന്. അതോടൊപ്പം തന്നെ നമുക്ക് ലാസ്റ്റത്തെ ഈ ഒരു റൂളും കൂടി വായിച്ചു പോകാം. ഇഫ് ദ ഡിജിറ്റ് ടു ഡ്രോപ്പ് ഇസ് 5 ഫോളോഡ് ബൈ അതർ ഡിജിറ്റ് ദെൻ ദ ഡിജിറ്റ് റിറ്റെയിൻ ഇസ് ഇൻക്രീസ് ബൈ 1. അപ്പോൾ 5 ആണ് നമുക്ക് ഡിജിറ്റ് ടു ഡ്രോപ്പ് എങ്കിൽ ഫോളോഡ് ബൈ അതർ ഡിജിറ്റ്, 0 അല്ലെങ്കിൽ നോ അതർ ഡിജിറ്റ് അല്ല, ബാക്കി ഏതോ ഡിജിറ്റ്സ് ആണ് വരുന്നതെങ്കിൽ വി ഇൻക്രീസ് ഇറ്റ് ബൈ 1. അപ്പോൾ നമുക്ക് കുറേ എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഈ റൂൾസ് എല്ലാം നമുക്കൊന്ന് ക്ലിയർ ആവും. ദ ഫസ്റ്റ് വൺ ഇസ് 3.82657. ഇവിടെ നമ്മൾ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എടുത്തിട്ടാണ് റൗണ്ട് ചെയ്യേണ്ടത്. അപ്പോൾ 3.826, അപ്പോൾ നമുക്ക് 2 വരെയാണ് റൗണ്ട് ചെയ്യേണ്ടത്. 2ന് ശേഷമുള്ള നമ്പർ 6 ആണ്. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 5, അതുകൊണ്ട് തന്നെ നമ്മൾ 1 ആഡ് ചെയ്യുന്നു. 3.83 ആയിട്ട് നമ്മളത് റൗണ്ട് ഓഫ് ചെയ്യണം.
ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 13.4557. ഇവിടെ 5-ന് ശേഷം ഒരു എക്സ്ട്രാ നമ്പറും കൂടി വരികയാണ്. സോ വി ആഡ് 1 ടു ദ ഡിജിറ്റ്. ഇവിടെ നമുക്ക് 2 ഡെസിമൽ പ്ലേസസ് ആണ് ആവശ്യമുള്ളത്, 2 ഡെസിമൽ പ്ലേസസ്. അപ്പോൾ 13.45 അത് കഴിഞ്ഞിട്ട് വരുന്ന 5 ആയതുകൊണ്ട് തന്നെ വി ആഡ് 1 ടു ദ ഡിജിറ്റ്. സോ 13.46 ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. അടുത്തത് വരുന്നതിൽ നമ്മൾ 2 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 0.0084 വരെയാണ് നമ്മൾ എടുക്കേണ്ടത്. ആൻഡ് അതിനുശേഷമുള്ള നമ്പർ 5 ആണ്. ആൻഡ് ആഫ്റ്റർ 5 ദർ ഇസ് നോ എനി അതർ ഡിജിറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നമ്മൾ പഠിച്ച 4th ലോ, അതായത് 5 ആണ് നമ്പർ, അതിനുശേഷം 0 അല്ലെങ്കിൽ നോ അതർ ഡിജിറ്റ്സ് വരികയാണെങ്കിൽ ഏത് ഡിജിറ്റ് ആണോ അത് ആ ഒരു ഡിജിറ്റ് ഈവൺ ആണോ ഓഡ് ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ റൗണ്ട് ചെയ്യുന്നത്. ഇവിടെ ഈവൺ നമ്പറാണ്, അതുകൊണ്ട് തന്നെ അൺചേഞ്ച്ഡ് ആയിട്ട് ഇരിക്കുന്നു. വി റൈറ്റ് ഇറ്റ് 0.0084. ഇനി 4ൻ്റെ സ്ഥാനത്ത് 3 ആയിരുന്നു എന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മളൊരു നമ്പർ ആഡ് ചെയ്യും. സോ വിൽ ഗെറ്റ് 0.0084 ആസ് ദി ആൻസർ. അപ്പോൾ ഇനി ഒരു നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 452314. ഇതിൽ നിന്ന് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. So we can write it as 4.52314 into 10 raised to 5 എന്ന് നമുക്ക് എഴുതാം. We moved the decimal point. And ഇത് 3 significant figures ആയിട്ട് എഴുതാൻ വേണ്ടി നമ്മൾ എഴുതാണ് 4.52 into 10 raised to 5 എന്ന്. അപ്പോൾ നമുക്ക് ആ ഒരു ആൻസർ കിട്ടി. ഇനി ഒരു ലാസ്റ്റ് ആൻസറിലേക്ക് പോവാണ്. ദിസ് ഇസ് റിലേറ്റഡ് ടു അവർ 4th റൂൾ അഗൈൻ. 34.6750. ഇവിടെ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ നമുക്ക് കാണാം 34.67 വരെയാണ് നമ്മൾ എടുക്കുക. അതിനുശേഷം വരുന്ന 5 ആണ്. 5-ന് ശേഷം 0 ആണ്. അതുകൊണ്ട് തന്നെ 7 ഒരു ഓഡ് നമ്പർ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 1 വി ഇൻക്രീസ് 1 ടു ദ ഡിജിറ്റ്. അപ്പോൾ നമുക്ക് 34.68 ആൻസർ ആയിട്ട് കിട്ടുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു 4th റൂള് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഡിജിറ്റ് ടു ഡ്രോപ്പ് 5 ആണെങ്കിൽ ആൻഡ് ദ നമ്പർ ആഫ്റ്റർ 5 ഒന്നെങ്കിൽ 0 ആകണം അല്ലെങ്കിൽ നോ ഡിജിറ്റ്സ്. ആ സമയത്ത് ഓഡ് നമ്പറാണ് വരുന്നതെങ്കിൽ വി ആഡ് 1. ഇഫ് ഇറ്റ് ഈസ് അൻ ഈവൻ നമ്പർ ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ലെങ്ത് ഓഫ് എ പെൻസിൽ ഇസ് 10.4 സെൻറ്റിമീറ്റർ. ഒരു പെൻസിലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10.4 സെൻറ്റിമീറ്റർ ആണ്. ആ 10.4 സെൻറ്റിമീറ്ററിൽ നിന്നും 2.01 സെൻറ്റിമീറ്റർ കട്ട് ഔട്ട് ചെയ്യുകയാണ്. പെൻസിലിൻ്റെ ബാക്കിയുള്ള ലെങ്ത് എത്രയാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. A 8 സെൻറ്റിമീറ്റർ, B 8.3 സെൻറ്റിമീറ്റർ, C 8.4 സെൻറ്റിമീറ്റർ, D 8.39 സെൻറ്റിമീറ്റർ. ഇപ്പോൾ നമ്മൾ 10.4 സെൻറ്റിമീറ്റർ മൈനസ് 2.01 സെൻറ്റിമീറ്റർ ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് 8.39 സെൻറ്റിമീറ്റർ. പക്ഷേ നമുക്കറിയാം അഡിഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ലീസ്റ്റ് ഡെസിമൽ പ്ലേസസ് എത്രയാണോ അത്രയും ഡെസിമൽ പ്ലേസസ് മാത്രമേ ആൻസറിലും കണ്ടെത്താൻ അല്ലെങ്കിൽ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ 1 ആണ് ലീസ്റ്റ് ഡെസിമൽ നമ്പർ അല്ലെങ്കിൽ പ്ലേസ് എന്ന് പറയുന്നത്. സോ നമുക്ക് 8.39 എന്ന് എഴുതാൻ സാധിക്കില്ല. ഇൻസ്റ്റെഡ് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 8.4 സെൻറ്റിമീറ്റർ എന്ന് എഴുതുകയാണ്. സോ ദ കറക്റ്റ് ആൻസർ വിൽ ബി 8.4 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ വേറൊരു എക്സാമ്പിളിലേക്ക് പോവാണ്. 2 rods with the length 20.123 cm and 18.1 cm are placed end to end. അതായത് രണ്ട് റോഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു റോഡിൻ്റെ ലെങ്ത് 20.123 സെൻറ്റിമീറ്റർ, മറ്റൊരു റോഡിൻ്റെ 18.1 സെൻറ്റിമീറ്റർ. ഈ 2 റോഡ് നമ്മൾ കണക്ട് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ വരുന്ന ഈ റോഡ് എത്ര ലെങ്ത് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ 38 സെൻറ്റിമീറ്റർ, ഓപ്ഷൻ ബി 38.2 സെൻറ്റിമീറ്റർ, സി 38.22 സെൻറ്റിമീറ്റർ, ഡി 38.223 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ പിന്നെയും ആഡ് ചെയ്യാണ്. 20.123 സെൻറ്റിമീറ്റർ പ്ലസ് 18.1 സെൻറ്റിമീറ്റർ വിൽ ഗെറ്റ് 38.223 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് റൂൾ അറിയാം. വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ, ലീസ്റ്റ് ഡെസിമൽ പ്ലേസ്, അതേ നമ്പർ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഇൻ ദ ആൻസർ. അപ്പോൾ നമുക്കിവിടെ ഒരു നമ്പർ വിച്ച് ഇസ് ലെസ് ദാൻ 5 ആണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ 38.2 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ ആൻസർ എഴുതുകയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 5.745 gram of a substance occupies 1.20 centimeter cube. Express its density by keeping significant figures in the view. ഇത്രയും വെയിറ്റ് ഉള്ള 5.745 gram വെയിറ്റ് ഉള്ള ഒരു സബ്സ്റ്റൻസ് ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് ആണ് 1.20 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഇസ് ഇറ്റ്സ് ഡെൻസിറ്റി എന്ന് നമുക്ക് മനസ്സിലാവും. 5.745 gram by divided by 1.20 centimeter will get the answer as
4.7875 grams centimeter raised to -3 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. പക്ഷെ നമുക്ക് ഒരു റൂൾ അറിയാം, when we multiply or divide നമുക്ക് കിട്ടുന്ന ആൻസറിൽ ലീസ്റ്റ് നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഏത് നമ്പറിലാണുള്ളത് അതേ നമ്പർ ആയിരിക്കണം നമുക്ക് ലഭിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 1.20 സെൻറ്റിമീറ്ററിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസറിൽ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ വരാൻ പാടുള്ളൂ. അപ്പോൾ വെൻ വി ലുക്ക് അറ്റ് ദ ആൻസർ വി ഗോട്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നത് 7 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 5 ആണ്. സോ വെൻ വി റൗണ്ട് ഓഫ് വിൽ ഗെറ്റ് 4.79 gram centimeter raised to -3 ആസ് ദ ആൻസർ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ പോവാണ്. Each side of a cube is measured to be 7.2030 meter. What is the surface area of the cube? ഇപ്പോൾ നമുക്കൊരു സൈഡ് തന്നിട്ടുണ്ട്. സർഫസ് ഏരിയ എന്ന് പറയുന്നത് 6a square ആണ്. 6 × 7.2030 whole square. So we'll get the answer as 311.299254. ഇവിടെ നമ്മൾ നമുക്ക് തന്നിട്ടുള്ളൊരു മെഷർ നോക്കുകയാണെങ്കിൽ വി വിൽ ഫൈൻഡ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമ്പർ ഇസ് 5. അപ്പോൾ നമ്മൾ ആൻസറിലും 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സേ വരാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 311.29 വരെ നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അതിനുശേഷമുള്ള നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ 5, ഇറ്റ്സ് 9. അതുകൊണ്ട് തന്നെ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 311.30 മീറ്റർ സ്ക്വയർ ആക്കിയിട്ട് നമ്മൾ ആൻസർ എഴുതുന്നു. സോ നമ്മൾ ആ ഒരു റൂൾ അവിടെ സാറ്റിസ്ഫൈ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് നോക്കാൻ പോകുന്നത്. ദ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ് ഓഫ് എ റെക്ടാങ്കുലർ ഷീറ്റ് ഓഫ് മെറ്റൽ ആർ 4.234 meter, 1.005 meter and 2.01 centimeter respectively. Calculate the area of the sheet. Correct significant figures. അപ്പോൾ നമ്മൾ ലെങ്ത് മീറ്ററിലാണ്, ബ്രെഡ്ത്ത് മീറ്ററിലാണ്, പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന തിക്നെസ് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നമ്മളത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകണം. 0.0201 മീറ്റർ എന്നാണ് നമുക്ക് ലഭിക്കുക. സോ നമുക്കറിയാം ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ വി ഹാവ് ടു 2 × LB + LT + BT എന്നാണ് ചെയ്യുക. So we'll get the answer 8.7209 meter square after all the calculation. And നമ്മൾ അവസാനം റൂൾസ് എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് ദാറ്റ് 8.72 meter square ആയിട്ടാണ് നമുക്ക് ആൻസർ ലഭിക്കുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അസൈൻമെൻറ്റിലേക്ക് കടക്കാം. ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അതിനെക്കുറിച്ചിട്ടൊരു നോട്ട് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ അസൈൻമെൻറ്റ്. സോ ഞാനിവിടെ എഴുതിയിരിക്കുന്നത് വായിക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ഐഡിയാസ് ആൻഡ് പോയിൻറ്റ്സ് ആഡ് ചെയ്ത് നോട്ട് എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ എഴുതാവുന്നതാണ്. ദി ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഇൻ പവേഴ്സ് ഓഫ് 10 when the physical quantity is expressed in powers of 10 with 1 digit to the left of the decimal. Orders of magnitude are generally used to make very approximate comparisons and reflect very large differences. In this notation, every number is expressed as a × 10 raised to b, where a is a number between 1 and 10 and b is any positive or negative exponent of 10. In order to get an approximate idea of the number, we may round off the number a to 1 and to 10. Then the number can be expressed approximately as 10 raised to b, in which the exponent b of 10 is called the order of magnitude of the physical quantity. When only an estimate is required, the quantity is of the order 10 raised to b. For example, the diameter of Earth is of the order 10 raised to 7 meter with the order of magnitude 7, 1.28 × 10 raised to 7 meter. The diameter of hydrogen atom is 1.06 × 10 raised to -10 meter, which is of the order of 10 raised to -10 meter with the order of magnitude -10. Thus, the diameter of Earth is 17 orders of magnitude larger than the hydrogen atom. അപ്പോൾ നമ്മൾ ആദ്യം ഒരു നോട്ട് എഴുതി ആൻഡ് വി ഗേവ് ആൻ എക്സാമ്പിൾ ടു ദി ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്സും അസൈൻമെൻറ്റ്സും എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും. Don't forget to subscribe to my channel and ring the notification bell. See you on my next video. Thanks for watching. Bye bye.